സാമ്പത്തിക ബാധ്യതകളും കടങ്ങളും ലോണുകളും ഇല്ലാത്ത ഒരു ജീവിതം എന്നത് പലരുടെയും ആഗ്രഹമാണ്. ജീവിക്കാനുള്ള പണം സ്വയം സമ്പാദിച്ച് ആരുടെ മുന്നിലും തല താഴ്ത്താതെ ജീവിക്കുവാൻ സാധിക്കുക എന്നത് ഒരു സൗഭാഗ്യമാണ്. എല്ലാ മനുഷ്യനും ഇത്തരത്തിൽ നിരവധി ആഗ്രഹങ്ങൾ ഉണ്ടായിരിക്കുന്നതാണ്. എന്നാൽ പലപ്പോഴും വിധി ഇതിന് തടസ്സമായി നിൽക്കാം. ജ്യോതിഷപ്രകാരം ഒരു വ്യക്തിയിൽ സമ്പത്ത് വർദ്ധിക്കണമെങ്കിൽ ബുധൻ, വ്യാഴം എന്നീ ഗ്രഹങ്ങൾ ശുഭസ്ഥാനത്ത് നിൽക്കേണ്ടത് അനിവാര്യമാണ്. അതുപോലെ ഒരു വ്യക്തിയുടെ ജനന സമയം, നക്ഷത്രം എന്നിവയെല്ലാം ഈ ധനസ്ഥിതിയെ ബാധിക്കുന്നു. അത്തരത്തിൽ സാമ്പത്തിക ബാധ്യതകൾ തീരാത്തവരായി കണക്കാക്കുന്ന നക്ഷത്രക്കാരുണ്ട്. അവർ ആരൊക്കെയാണ് എന്നതാണ് പരിശോധിക്കുന്നത്. ആദ്യമായി തന്നെ മൂലം നക്ഷത്രമാണ്. 27 നക്ഷത്രങ്ങളിൽ 19ാമത്തെ നക്ഷത്രമാണ് മൂലം നക്ഷത്രം. ധനുരാശിയിൽ തന്നെ ആദ്യത്തെ നക്ഷത്രം കൂടിയാണ്. പൊതുവിൽ ധൈര്യശാലികളാണ് മൂലം നക്ഷത്രക്കാർ. ഏതു വെല്ലുവിളികൾ നേരിടാനും ഈ നക്ഷത്രക്കാർ തയ്യാറായിരിക്കും. സ്വതന്ത്രമായ ചിന്താഗതിയുള്ളവരും യാത്രകൾ വളരെയധികം താല്പര്യപ്പെടുന്നവരും ആത്മീയ കാര്യങ്ങളിൽ അമിതമായ വിശ്വാസം അർപ്പിക്കുന്നവരും കൂടിയാണ് മൂലം നക്ഷത്രക്കാർ. കൂടാതെ കഠിനാധ്വാനികളും സത്യസന്ധരും വിശ്വസ്തരുമാണ് ഈ നക്ഷത്രക്കാർ. എന്നാൽ സാമ്പത്തിക വിഷയത്തിൽ ഒട്ടനവധി ബുദ്ധിമുട്ടുകൾ നേരിടുന്നതായിരിക്കും. ദേഷ്യം കുറച്ച് അമിതമായതിനാൽ തന്നെ തൊഴിലവസരങ്ങൾ ഇവരിൽ നഷ്ടപ്പെടാനുള്ള സാധ്യത കൂടുതലാണ്. എത്ര കഠിനാധ്വാനം ചെയ്താലും അതിനൊത്ത പ്രതിഫലം ഇവർക്ക് ലഭിക്കുവാനുള്ള സാധ്യത കുറവാണ്. കൂടാതെ അമിതമായ സത്യസന്ധത പുലർത്തുന്നത് പലരും കബളിപ്പിക്കുന്നതിനും കാരണമായേക്കാം. ഇത്തരം വസ്തുതകൾ ഈ രാശിക്കാരെ സാമ്പത്തികമായും അഥവാ കടക്കെണിയിലേക്ക് നയിക്കുന്നതായിരിക്കും. എത്രയൊക്കെ ശ്രമിച്ചാലും സാമ്പത്തികമായ ബാധ്യതകൾ കുറയ്ക്കുവാൻ ഈ നക്ഷത്രക്കാർ കുറച്ച് പരിശ്രമിക്കേണ്ട അവസ്ഥ ഉണ്ടാകുന്നതായിരിക്കും. അടുത്തതായി പൂരാടം നക്ഷത്രമാണ്. 27 നക്ഷത്രങ്ങളിൽ 20ാമത്തെ നക്ഷത്രമാണ് പൂരാടം നക്ഷത്രം. ധനുരാശിയിൽ തന്നെയാണ് പൂരാടവും സ്ഥിതി ചെയ്യുന്നത്. സൗന്ദര്യത്താലും ആകർഷണീയതയാലും പേരുകേട്ടവരാണ് പൂരാടം നക്ഷത്രക്കാർ. കൂടാതെ സമാധാനപ്രിയരുമാണ് ഇക്കൂട്ടർ. അമിതമായ സത്യസന്ധത പുലർത്തുന്നവരും വിശ്വസ്തരുമാണ് ഈ നക്ഷത്രക്കാർ എന്ന് പറയാം. കൂടാതെ മറ്റുള്ളവരെ സഹായിക്കുവാൻ ഇഷ്ടപ്പെടുന്നവർ കൂടിയാണ് ഇക്കൂട്ടർ. മറ്റുള്ളവർക്ക് വേണ്ടി നിരവധി കാര്യങ്ങൾ സ്വമനസാൽ ചെയ്യുന്നത് പലപ്പോഴും സാമ്പത്തിക ബാധ്യതകൾ വർദ്ധിപ്പിക്കുന്നതിന് കാരണമാകുന്നുണ്ട്. കടബാധ്യതകൾ തീർക്കാൻ സാധിക്കാത്ത അവസ്ഥയും ഈ നക്ഷത്രക്കാർക്ക് ഉണ്ടായേക്കാം. ബന്ധുക്കളാൽ വഞ്ചിതരാകാനും സാധ്യത കാണുന്നുണ്ട്. അടുത്തതായി ഈ ശ്രേണിയിൽ വരുന്നത് ഉത്രാടം നക്ഷത്രമാണ്. 27 നക്ഷത്രങ്ങളിൽ 21ാമത്തെ നക്ഷത്രമാണ് ഉത്രാടം നക്ഷത്രം. മകരം രാശിയിലാണ് ഉത്രാടം നക്ഷത്രം സ്ഥിതി ചെയ്യുന്നത്. അമിതമായി സത്യസന്ധരും അതുപോലെ തന്നെ വിശ്വസ്തരുമാണ് ഈ നക്ഷത്രക്കാർ. കൂടാതെ പൊതുവെ ശാന്ത സ്വഭാവക്കാരാണ് ഇക്കൂട്ടർ. മറ്റുള്ളവരെ സഹായിക്കുവാനും ഇവർ താല്പര്യപ്പെടുന്നതാണ്. യാത്രകൾ ഇഷ്ടപ്പെടുന്നവരും കൂടിയാണ് ഈ നക്ഷത്രക്കാർ. കൂടാതെ കുടുംബ ബന്ധങ്ങൾക്ക് വളരെയധികം പ്രാധാന്യം ഇവർ നൽകുന്നുണ്ട്. നല്ല ബുദ്ധിശക്തിയുള്ള നക്ഷത്രക്കാർ കൂടിയാണ് ഉത്രാടം നക്ഷത്രക്കാർ. ഉത്രാടം നക്ഷത്രക്കാർ ബന്ധങ്ങൾക്ക് അമിതമായ പ്രാധാന്യം നൽകുന്നതിനാൽ തന്നെ പലപ്പോഴും സ്വന്തം കയ്യിൽ നിന്നും പല കാര്യങ്ങൾക്കുമായി പണം ചെലവഴിക്കേണ്ടതായ അവസ്ഥ വന്നേക്കാം. സാമ്പത്തിക പ്രതിസന്ധികൾ ഇവരിൽ മുറുകാൻ സാധ്യത വളരെയധികം കൂടുതലാണ്. എത്ര ശ്രമിച്ചാലും പണം സൂക്ഷിക്കുവാൻ സാധിക്കാത്ത അവസ്ഥയും ഇവർക്ക് ഉണ്ടായേക്കാം. ഇന്നത്തെ നമ്മുടെ വിഷയം ഇവിടെ നിർത്തുകയാണ്. പുതിയൊരു വിഷയവുമായി കാണുന്നവരെ നന്ദി, നമസ്കാരം.